الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന الرجل ليخرج من منزله وعليه من الذنوب مثل جبال تهامة. ഒരു വ്യക്തി അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അവന്റെ മേൽ തിഹാമ പർവ്വതം കണക്കെ തെറ്റുകൾ അതവൻ ചെയ്തിട്ടുണ്ട്. فإذا سمع العلم خاف ورجع وتاب. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളും ഹദീസുകളും അവൻ കേൾക്കുകയാണ്. അങ്ങനെ ചെയ്തു കൂട്ടിയ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അവൻ ഖേദിച്ചു മടങ്ങുകയാണ്. فانصرف إلى منزله وليس عليه ذنب. അങ്ങനെ വീട്ടിലേക്ക് അവൻ തിരിച്ചു വരുമ്പോൾ അവനിൽ ഒരു പാപവും അവശേഷിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു നിലയിലാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, فلا تفارقوا مجالس العلماء. അതിനാൽ ഇൽമിന്റെ സദസ്സുകൾ അത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാൻ പാടില്ല, മാറി നിൽക്കാൻ പാടില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉപദേശിച്ചതായി കാണാം. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകൾ എവിടെയൊക്കെയുണ്ടോ അത് അന്വേഷിക്കുകയും അവിടെ പോയി ഇൽമ് കരസ്ഥമാക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ ഈമാൻ ബലപ്പെടുത്തുവാൻ അത് നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ബിജവാമിഇൽ കലിം. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ജവാമിഉൽ കലിമ കൊണ്ടാണ്. അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത് ജവാമിഉൽ കലിമ കൊണ്ടാണ്. എന്താണ് ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചെറിയ വാക്കുകൾ പക്ഷേ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അർത്ഥങ്ങൾ, അങ്ങേയറ്റം അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ചെറിയ വാക്കുകൾ, അതിനാണ് ജവാമിഉൽ കലിം എന്ന് പറയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് ജവാമിഉൽ കലിമുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വചനങ്ങൾ, റസൂലിന്റെ ഹദീസുകൾ ഇതെല്ലാം ചെറിയ വാക്കുകളായിരിക്കും, പക്ഷേ ധാരാളം അർത്ഥങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള, ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള 40 ഹദീസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബുൽ അർബഊൻ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിമകളാണ്, അഥവാ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് ഇമാം നവവി റഹിമഹുല്ലാ ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്രകാരം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, ഔസിനി, റസൂലെ താങ്കൾ എനിക്ക് വസിയ്യത്ത് നൽകിയാലും. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിലപ്പെട്ട ഉപദേശം എനിക്ക് താങ്കൾ നൽകിയാലും. റസൂലുള്ള പറയുകയാണ്, ലാ തഗ്മബ്, നീ കോപിക്കാൻ പാടില്ല. ആ വന്ന വ്യക്തി ഫറദ്ദദ മിറാറൻ, അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, ഔസിനി, റസൂലെ താങ്കൾ എനിക്ക് വസിയ്യത്ത് നൽകൂ. റസൂലുള്ള പറയുകയാണ്, ലാ തഗ്മബ്, നീ കോപിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം 3 തവണ അത് ചോദിച്ചു എന്നാണ്. ആ സമയത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താണ്? ലാ തഗ്ളബ്, നീ കോപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയ്യത്ത് എന്താണ്? കോപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ഹദീസുകളിൽ നമുക്ക് പരിശോധിച്ചാൽ കാണും, റസൂലിന് ധാരാളം വസിയ്യത്തുകളുണ്ട്. പല വിഷയങ്ങളിലും പലതരത്തിലുള്ള വസിയ്യത്തുകളാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വസിയ്യത്തുകൾ, നബിയുടെ വസിയ്യത്തുകൾ അത് വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്ന്, ആ ചോദിക്കുന്ന വ്യക്തിയെ പരിഗണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകുക. അപ്പോൾ റസൂലിനോട് ആ ചോദ്യം ചോദിച്ച വ്യക്തി അദ്ദേഹം അങ്ങേയറ്റം ദേഷ്യമുള്ള, അല്ലെങ്കിൽ ആ ദേഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് റസൂൽ അദ്ദേഹത്തിന് അപ്രകാരം മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഒരാൾ വസിയ്യത്ത് ചോദിച്ചാൽ നമുക്ക് ആ വ്യക്തിക്ക് ഏത് വസിയ്യത്താണോ നൽകാൻ യോജിച്ചത് അതിനനുസരിച്ച് നമുക്ക് നൽകാം. ഉദാഹരണമായി, ഒരു വ്യക്തി
അവൻ തന്റെ കുടുംബത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്ത, അതല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിലും ഭാര്യയുടെ വിഷയത്തിലൊക്കെ അലംഭാവം കാണിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മളോട് വസിയത്ത് ചോദിച്ചതെങ്കിൽ നമുക്ക് അവനോട് എന്ത് പറയാം? നീ കുടുംബത്തിനോട് നല്ല നിലയിൽ പെരുമാറുക, റസൂലിന്റെ ഹദീസുകളൊക്കെ അവന് പറഞ്ഞു കൊടുക്കാം. ഇനി നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനോട് എന്ത് പറയാം? നീ നമസ്കാരം മുറുകെ പിടിക്കുക, 5 നേരത്തെ നമസ്കാരം അത് മുറുകെ പിടിക്കുക. അങ്ങനെ ഓരോ വ്യക്തികൾ അവരുടെ സാഹചര്യവും അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വസിയ്യത്തുകളിൽ മാറ്റം വരുത്താവുന്നതാണ് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന പാഠമാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം റസൂലിനോട് ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനിൽ ജന്നത, റസൂലെ സ്വർഗ്ഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം, അതിനെക്കുറിച്ച് റസൂലെ താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഗ്ളബ് വലകൽ ജന്ന, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗ്ഗമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ അദ്ദേഹം പറയുകയാണ്, അന്നഹു സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുബാഇദുനി മിൻ ഗളബില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് റസൂലിനോട് അദ്ദേഹം ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തഗ്ളബ്, നീ കോപിക്കാൻ പാടില്ല. അപ്പോൾ കോപം എന്നുള്ളത്, ദേഷ്യം വരിക എന്നുള്ളത് അത് മനുഷ്യരുടെ പ്രകൃതിയിലുള്ളതാണ്. അത് ഉണ്ടാകരുത്, അത് തീരെ ഉണ്ടാകാൻ പാടില്ല, അതല്ല റസൂലുള്ളാഹി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്? ആ കോപം വരുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കി പിടിക്കുകയും അതിനെ പിടിച്ചു വെക്കുകയും ആ കോപത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് നീ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ രണ്ടാമതൊരു അഭിപ്രായം എന്താണ്? നിനക്ക് കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ആ കോപം ഉണ്ടാക്കാൻ അതിനുള്ള മാർഗങ്ങൾ, അതിൽ നിന്ന് നീ വിട്ടു നിൽക്കുക, അതിൽ നിന്ന് നീ പൂർണ്ണമായും വേറിട്ട് നിൽക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപത്തെ അടക്കി വെക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. അവിടുന്ന് പറഞ്ഞു, വൽ കാദിമീനൽ ഗൈള, അഥവാ കോപം ഒതുക്കി വെക്കുന്ന ആളുകൾ, അതിനെ അടക്കി വെക്കുന്നവർ, അവരാണ് മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശേഷണം പറയവേ സൂറത്തു ആല ഇംറാനിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം. മഹാനായ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വുളു എടുക്കുന്നതിന് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്നതിന് വേണ്ടി ആ കുട്ടി, ആ വീട്ടിലെ ജോലിക്കാരി അദ്ദേഹത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ആ പാത്രം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പതിക്കുകയുണ്ടായി. അങ്ങനെ മുഖത്ത് മുറിവ് പറ്റുകയും അദ്ദേഹം ആ കുട്ടിയിലേക്ക്, ആ സേവകയിലേക്ക്, അവരിലേക്ക് തുറിച്ചു നോക്കുകയുണ്ടായി. ആ സമയത്ത് അവർ പറഞ്ഞു, വൽ കാദിമീനൽ ഗൈദ്, കോപങ്ങൾ അടക്കി വെക്കുന്നവർ. അഥവാ വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, മുത്തഖീങ്ങളുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞതാണ്, കോപത്തെ അടക്കി വെക്കുന്നവരാണവർ. ആ സമയത്ത് മഹാനായ അലി ഇബ്നു ഹുസൈൻ അദ്ദേഹം അവരോട് പറഞ്ഞു, ഖദ് കളംതു ഗൈദി, ഞാൻ എന്റെ കോപത്തെ, ദേഷ്യത്തെ അടക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് ആ പെൺകുട്ടി അവർ വീണ്ടും പറയുകയാണ്, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് മുത്തഖീങ്ങളായ ആളുകൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖദ് അഫൗതു അൻകി, ഞാൻ നിനക്ക് മാപ്പാക്കിയിരിക്കുന്നു, നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് ആയത്തിന്റെ ബാക്കി അവർ ഓതുകയാണ്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യുന്നവരെ അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതാണ്. ഈ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇദ്ഹബി ഫഅൻതി ഹുറത്തുൻ, നീ പോയിക്കൊള്ളുക, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ, ആ സേവകയെ അദ്ദേഹം മോചിപ്പിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കോപം വരുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കി പിടിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അൽ ഗളബു നൗആൻ, പണ്ഡിതന്മാർ പറയുകയാണ്, കോപം അത് 2 ഇനമുണ്ട്. ഒന്നാമത്തേത് അൽ ഗളബുൽ മഹ്മൂദ്, ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട, അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കോപമുണ്ട്. അതേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അതിനോടുള്ള കോപം. അതുപോലെ അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ അതിനെ അവമതിക്കുമ്പോൾ, അത് ചവിട്ടി താഴ്ത്തുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോട് കോപമുണ്ടായിരിക്കണം. ദീനിന്റെ നിയമങ്ങൾ അത് പരിഹസിക്കപ്പെടുന്നത് കാണുമ്പോൾ, അതിനെ പുച്ഛിക്കുന്നത് കാണുമ്പോൾ
അതല്ലെങ്കിൽ അതിനെതിരായി ആളുകൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോടൊരു കോപമുണ്ടായിരിക്കണം. അതെന്താണ്? അത് സ്തുത്യർഹമായ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കോപമാണ്. അത് ഈമാനിന്റെ അടയാളമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലദറബ്തുഹു ബിസ്സൈഫി ഗൈറ മുസ്ഫഹിൻ. അദ്ദേഹം പറയുകയാണ്, എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ ഞാൻ കാണുകയാണെങ്കിൽ, മറ്റൊരു അന്യപുരുഷനെ എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ കാണുകയാണെങ്കിൽ ഈ വാള് കൊണ്ട് ഞാൻ അവന്റെ തലയറുക്കുന്നതാണ്. ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. ഇത് കേട്ടപ്പോൾ സഹാബത്തിന് ഭയങ്കര അത്ഭുതം ഉണ്ടാവുകയാണ്. റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതഅജബൂന മിൻ ഗൈറതി സഅദ്. നിങ്ങൾ സഅദിന്റെ ആത്മരോഷത്തിൽ, ആ സഅദിന്റെ ഈർഷ്യതയിൽ, തിന്മയോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? എന്നിട്ട് അവിടുന്ന് പറയുന്നു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഅന അഗ്യറു മിൻ, സഅദിനേക്കാൾ തിന്മയോട് ദേഷ്യമുള്ളവനാണ്, ഈർഷ്യതയുള്ളവനാണ് ഞാൻ. വല്ലാഹു അഗ്യറു മിന്നി, തിന്മകളോട് അങ്ങേയറ്റം വെറുപ്പുള്ളവനാണ് അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ കാണുമ്പോൾ അതിനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പും ഈർഷ്യതയുമെല്ലാം അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതൊരു ഈമാനിന്റെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാം അദ്ദേഹം തൗറാത്ത് വാങ്ങുന്നതിന് വേണ്ടി 40 ദിവസം തന്റെ ജനതയിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി. അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ആ ജനത എങ്ങനെയാണുള്ളത്? അവർ പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. അവർ തൗഹീദിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം അവർ ശിർക്കിലകപ്പെടുകയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. എങ്ങനെയാണ്? വലമ്മാ റജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫ. അദ്ദേഹം അങ്ങേയറ്റം കോപാകുലനായിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. കാരണം എന്താണ്? തന്റെ സമൂഹം അവർ ശിർക്കിലകപ്പെട്ടിരിക്കുന്നു, ആ വലിയ കടുത്ത അപരാധം അതിലവർ ചെന്ന് പതിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയാണ് എന്ന് അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തു ബിയദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പരിശുദ്ധമായ കരം കൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല. മനുഷ്യരെയാകട്ടെ മൃഗങ്ങളെയാകട്ടെ ഒന്നിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അടിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, വലംറഅതൻ വലാ ഖാദിമൻ, ഭാര്യമാരെയോ അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്ന സേവകരെയോ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം ഭാര്യമാരുടെ വിഷയത്തിൽ, അതല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഖാദിമുകളുടെ വിഷയത്തിൽ അധിക ആളുകൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അവർ അവരെ അന്യായമായി ഉപദ്രവിക്കാറുണ്ട്. അതുകൊണ്ട് റസൂലിന്റെ ഭാര്യ അതെടുത്തു പറയുകയാണ്, റസൂലുള്ള ഭാര്യമാരെയോ അവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുന്ന സേവകന്മാരെയോ ഒരാളെയും റസൂലുള്ള അടിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധത്തിലൊഴികെ. ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് പരസ്പരം പോരാടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വമാ നീല മിൻഹു ശൈഉൻ ഖത്തു ഫയൻതഖിമ മിൻ സാഹിബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോടും പക വീട്ടിയിട്ടില്ല, ഒരാളോടും ശത്രുതയുടെ അടിസ്ഥാനത്തിൽ അതിന് പകരം വീട്ടിയിട്ടില്ല എന്ന് അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല അൻ യുൻതഹക ശൈഉൻ മിൻ മഹാരിമില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിനെ അല്ലെങ്കിൽ അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ അതിനെ അവമതിക്കപ്പെടുന്നത് കാണുമ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പേരിൽ കോപിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. ധാരാളം സംഭവങ്ങൾ, തെളിവുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വ്യക്തി മോഷ്ടിക്കുകയുണ്ടായി, മോഷണം നടത്തുകയുണ്ടായി. ആ സ്ത്രീ എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള വലിയ സ്ഥാനമുള്ള സ്ത്രീയാണ്. ഫാത്തിമത്തുൽ മഖ്സൂമിയ്യ എന്നാണ് അവരെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ സ്ത്രീ അവർ മോഷണം നടത്തുകയുണ്ടായി. അങ്ങനെ ആ സ്ത്രീയുടെ നാട്ടിൽപ്പെട്ട, അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? കട്ട ആളുടെ ശിക്ഷ നടപ്പിലാക്കും. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി റസൂലിനോട് ശുപാർശ ചെയ്യാൻ ഉസാമ ബിൻ സയ്യിദിന്റെ അടുക്കലേക്ക് ആ സ്ത്രീയുടെ നാട്ടുകാർ, അവരുടെ സമൂഹത്തിലുള്ള ആളുകൾ ആ ഉസാമ ബിൻ സയ്യിദിനെ സമീപിക്കുകയും അങ്ങനെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ വിഷയത്തിൽ റസൂലിനോട് സംസാരിക്കുകയും ചെയ്തു.
അവരുടെ ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല, അതിൽ നിന്ന് ഇളവ് കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംസാരിക്കുകയാണ്. ഹദീസിൽ നമുക്ക് കാണാം, തലവ്വന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ മുഖത്തിന്റെ നിറം അത് മാറുകയാണ്, അത് ചുവക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അതുകല്ലിമുനി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പാക്കുന്നതിൽ അതിന്റെ വിഷയത്തിലാണോ താങ്കൾ എന്നോട് സംസാരിക്കുന്നത്, അതിൽ ഇളവ് ലഭിക്കുന്നതിലാണോ താങ്കൾ എന്നോട് സംസാരിക്കുന്നത് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് മാപ്പപേക്ഷിക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, റസൂലുള്ള അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഒരു ഖുതുബ നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഇന്നമാ അഹ്ലക الناس قبلكم, നിങ്ങളുടെ മുൻപുള്ള ആളുകൾ അവരെ നശിപ്പിച്ച കാര്യം എന്താണ്? അന്നഹും കാനൂ ഇദാ സറക ഫീഹിം الشريف തറകൂഹു, അവരിൽ സ്ഥാനമുള്ള പദവിയുള്ള ആളുകളാണ് മോഷ്ടിച്ചതെങ്കിൽ അവരെന്താക്കും? ശിക്ഷ നടപ്പാക്കാതെ അവർ ഒഴിവാക്കും. وإذا سرق فيهم الضعيف أقاموا عليه الحد, എന്നാൽ അവരിൽ ദുർബലരായ ആളുകൾ, നാട്ടിൽ അത്ര സ്ഥാനവും പദവിയും ഒന്നുമില്ലാത്ത ദുർബലരാണ് മോഷ്ടിച്ചതെങ്കിലോ അവരുടെ വിഷയത്തിൽ അവർ ശിക്ഷ നടപ്പിലാക്കും. ഇത് നിങ്ങളുടെ മുൻപുള്ള ആളുകളെ നശിപ്പിച്ച കാര്യമാണ് എന്ന് റസൂലുള്ളാഹി അവരോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ലഖതഅതു യദഹ, ഞാൻ അവളുടെ കൈ അത് മുറിക്കുക തന്നെ ചെയ്യും, അത് ഛേദിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ അത് അവമതിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കോപമുണ്ടാവുക എന്നുള്ളത് അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഈമാനിന്റെ അടയാളമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കർട്ടനുണ്ട്, മറയുണ്ട്. ആ മറയുടെ മുകളിൽ ചിത്രങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, ജീവനുള്ള വസ്തുക്കളുടെ അതിന്റെ രൂപം അവിടെ കാണുകയാണ്. അത് കണ്ടപാടെ അത് വലിച്ചു കീറുകയും നബിയുടെ മുഖത്തിന്റെ നിറം മാറുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, യാ ആയിഷതു, ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്നു, അശദ്ദുന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവർ ആരാണ്? അല്ലദീന യുദാഹൂന ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനോട് അതിനോട് സാദൃശ്യം പുലർത്തുന്ന ആളുകൾ, അതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അവരാണ് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മക്കൾ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുരുഷനായ വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെ മോതിരം ധരിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. റസൂലുള്ളാഹി അത് കാണുകയാണ്. ഫനസഅഹു ഫതറഹു, റസൂലുള്ളാഹി അത് ഊരി വലിച്ചെറിയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി, നിങ്ങളിൽ ഒരാൾ നരകത്തിൽ നിന്നുള്ള ഒരു തീക്കനൽ അത് സ്വന്തം കയ്യിൽ വെക്കാൻ ശ്രമിക്കുകയാണോ എന്നവിടുന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഹറാമ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വെറുപ്പും ദേഷ്യവും കോപവും അതെല്ലാം ദീനിൽ പഠിപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ഈ മുകളിൽ നൽകിയ ഹദീസുകളെല്ലാം നമ്മെ അറിയിക്കുന്നത്. ഇനിയും ധാരാളം സംഭവങ്ങൾ, ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. കോപത്തിന്റെ രണ്ടാമത്തെ ഇനമാണ് അൽ ഗദബുൽ മദ്മൂം, വെറുക്കപ്പെട്ട കോപം, ആക്ഷേപിക്കപ്പെട്ട കോപം. അതെങ്ങനെയാണ്? സ്വന്തത്തിന് വേണ്ടി കോപിക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത മാർഗത്തിലുള്ള കോപം, ബാത്തിലിന് വേണ്ടി, അസത്യത്തിന് വേണ്ടി കോപിക്കുക എന്നുള്ള കാര്യം. ദീനിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ പേരിൽ കോപിക്കുന്നവർ, ദേഷ്യപ്പെടുന്നവരുണ്ട്. ഇതെന്താണ്? ഇത് ആക്ഷേപിക്കപ്പെട്ട കോപമാണ്. അൽ ഗദബുൽ മദ്മൂം എന്നാണ് അതിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി പണ്ഡിതന്മാർ ഈ കോപം വരുമ്പോൾ അതിനുള്ള പരിഹാരം, അതിനുള്ള ചികിത്സ അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ദീൻ അത് പൂർണ്ണമാണ്. എല്ലാത്തിനുമുള്ള മരുന്നുകൾ, ചികിത്സകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോപം വരുമ്പോൾ ആ കോപത്തെ പിടിച്ചു വെക്കാൻ, അതിനെ ശമിപ്പിക്കാനുള്ള മാർഗങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത് അദ്ദുആഉ, പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് പിടിച്ചു നിർത്താനുള്ള ക്ഷമ എനിക്ക് നീ നൽകണമേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥന എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതവന്റെ ആയുധമാണ്. അതുകൊണ്ട് പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ചില ആളുകൾ അവർ പൊങ്ങച്ചമായി പറയും, ഞാൻ വലിയ ദേഷ്യക്കാരനാണ്,
എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇത് പൊങ്ങച്ചത്തോടു കൂടി പറയേണ്ട സ്വഭാവമല്ല, മറിച്ച് അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാരണം. എല്ലാ തിന്മകളുടെയും അതിനെയൊക്കെ സംയോജിപ്പിക്കുന്ന കാര്യമാണ് ഗളബ് എന്ന് പറയുന്നത്. നാം തിന്മകളെ എടുത്തു നോക്കുക. അസൂയയാകട്ടെ, കൊലപാതകമാകട്ടെ, ത്വലാഖാകട്ടെ, ഏത് തിന്മകളുണ്ടോ അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ദേഷ്യപ്പെടുക, കോപമെന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോപമാണ്, ഗളബ്. രണ്ടാമത്തേതോ അശ്ശഹ്വ, ദേഹേച്ഛയെ പിൻപറ്റുക. ഇത് രണ്ടുമാണ് എല്ലാ തിന്മകളുടെയും അതിന്റെ മൂല കാരണമെന്ന്, അതിന്റെ അടിസ്ഥാന കാരണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഒന്നാമത്തെ കോപത്തെ ശമിപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ് പ്രാർത്ഥന എന്നുള്ളത്. രണ്ടാമത്തേത് അൽ ഇസ്തിആനതു മിനശ് ശൈത്വാൻ, ശൈത്വാനിൽ നിന്ന് അഭയം ചോദിക്കുക, കാവൽ ചോദിക്കുക. മഹാനായ സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്. വറജുലാനി യസ്തബ്ബാനി, രണ്ടാളുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയാണ്, തെറി വിളിക്കുകയാണ്. അങ്ങനെ ഫഅഹദുഹുമാ ഇഹ്മറ വജ്ഹുഹു വൻതഫഖത് ഔജാജുഹു, അങ്ങനെ അവരിൽ ഒരാളുടെ മുഖം കോപം നിമിത്തം ചുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവന്റെ നരമ്പുകൾ അതിങ്ങനെ വീർത്തിട്ടുണ്ട്, ദേഷ്യം കാരണത്താൽ അത് വീർത്ത് വലുതായിട്ടുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നി ലഅഅലമു കലിമതൻ, എനിക്കൊരു വാക്യമറിയാം, ഒരു വാചകമറിയാം, ലൗ ഖാലഹാ ദഹബ അൻഹു മാ യജിദ്, അതവർ പറഞ്ഞിരുന്നുവെങ്കിൽ, ആ വാക്യം അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ബാധിച്ചിട്ടുള്ള ആ ദേഷ്യം അത് നീങ്ങിപ്പോകുമായിരുന്നു. ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ സന്ദർഭത്തിൽ ചില ആളുകൾ ആ രണ്ടാളുകളോട് അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞിട്ടുണ്ട്? ശൈത്വാനിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, വഹൽ ബി ജുനൂനുൻ, എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് ആ വ്യക്തിയോട് ചോദിക്കുകയാണ്. കാരണം ദേഷ്യം വന്നാൽ പിന്നെ നമ്മൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നാമല്ല, മറിച്ച് നമ്മുടെ കോപമാണ്. നാം എന്താണ് പറയുന്നത്, നാം എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയുകയില്ല. ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, എനിക്കെന്താണ് ഭ്രാന്തുണ്ടോ, ഞാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യഖ്ദിൽ ഖാദി വഹുവ ഗദ്ബാൻ, ഒരു ഖാദി അദ്ദേഹം കോപാകുലനായിരിക്കെ അദ്ദേഹം എന്ത് പറയാൻ പാടില്ല? ഒരു വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ പാടില്ല. കാരണം കോപാകുലനായിരിക്കെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ കോപമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഒരു ഖാദി വിധി കൽപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഗളിബ റജുലു ഫഖാല അഊദു ബില്ലാഹ്, ഒരു വ്യക്തിക്ക് കോപം വന്നാൽ അവൻ എന്ത് പറഞ്ഞുകൊള്ളട്ടെ? അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ശകന ഗളബുഹു, അവന്റെ കോപം അത് ശമിക്കുന്നതാണ്, അത് അടങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഇംസാകു അനിൽ കലാം, കോപം വരുന്ന സമയത്ത് സംസാരത്തെ പിടിച്ചു വെക്കണം. അധിക ആളുകളും അവർക്ക് കഴിയാത്ത കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ ഇത് ചെയ്യുക, മിണ്ടാതിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഗളിബ അഹദുകും ഫലിയസ്കുത്, നിങ്ങളിൽ ആർക്കെങ്കിലും കോപം വരുമ്പോൾ ഇത് ചെയ്യണം, മിണ്ടാതിരുന്നു കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ആ കോപത്തെ അത് ശമിപ്പിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വബത നജ, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മൗനം പാലിച്ചാൽ അവന് വിജയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. നാലാമത്തേത് തഗ്യീറുൽ ഹൈഅ, കോപം വരുന്ന സന്ദർഭത്തിൽ നാം ഏതൊരവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയുടെ രൂപം മാറ്റുക. അതെന്താണ്? നമ്മുടെ കോപത്തെ അതിനെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. കാരണം ദേഷ്യം വരുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമ്മുടെ രക്തങ്ങളെല്ലാം അത് ഹൃദയത്തിൽ അടിഞ്ഞുകൂടും. അപ്പോൾ നമ്മൾ ചലിക്കുമ്പോൾ എന്താക്കും? ആ രക്തം എല്ലാ സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കും. അങ്ങനെയാകുമ്പോൾ ആ കോപം എന്തായി? അത് ശമിക്കാൻ അത് സഹായിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഗളിബ അഹദുകും വഹുവ ഖായിമുൻ ഫൽയജ്ലിസ്, നിങ്ങളിൽ ഒരാൾ അവൻ നിൽക്കുന്ന സമയത്താണ് അവന് ദേഷ്യം വരുന്നത്, കോപം വരുന്നതെങ്കിൽ അവൻ ഇരുന്നു കൊള്ളട്ടെ. ഫഇൻ ദഹബ അൻഹു അൽഗളബ്, അങ്ങനെ ഇരുന്നിട്ട് കോപം മാറുകയാണെങ്കിൽ അവൻ ഇരിക്കുക. ഇനി ഇരുന്നിട്ടും കോപം മാറുന്നില്ലെങ്കിലോ വഇല്ലാ ഫൽയൽതജി, അവൻ കിടന്നുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് കോപം വരുമ്പോൾ നമ്മുടെ അവസ്ഥ, ആ അവസ്ഥയിൽ നമ്മൾ എന്താക്കണം? മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അഞ്ചാമതായി പണ്ഡിതന്മാർ പറയുകയാണ്,
أن تعلم الأجور المترتبة على كظم الغيظ. കോപം അടക്കി വെക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അതറിഞ്ഞ ഒരു വ്യക്തി അവനെന്തായിരിക്കും? അവന് കോപത്തെ പിടിച്ചു വെക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കദമ ഗൈദൻ, ആരെങ്കിലും കോപത്തെ അടക്കി വെച്ചാൽ വഹുവ യഖ്ദിറു അൻ യുൻഫിദഹു, അവൻ ആ കോപത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും ഒക്കെ അവനുണ്ട്, എന്നിട്ടും ആ കോപത്തെ അവൻ പിടിച്ചു വെക്കുകയാണെങ്കിൽ ദഅാഹു അല്ലാഹു അലാ റൂസിൽ ഖലായിഖ്, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ഖിയാമത്ത് നാളിൽ വെച്ച് അല്ലാഹു ആ വ്യക്തിയെ വിളിക്കുന്നതാണ്. എന്നിട്ടോ ഹത്താ യുഖയ്യിറഹു ഫീ അയ്യിൽ ഹൂരിശ, എന്നിട്ട് സ്വർഗീയ സ്ത്രീകൾ അതിൽ നിന്ന് അവന് ഇഷ്ടമുള്ള സ്ത്രീകളെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു അവന് അവസരം നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട പ്രതിഫലമുള്ള ഒരു പ്രവർത്തനമാണ് കോപം അടക്കി വെക്കുക എന്നുള്ളത്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ദബ് വലകൽ ജന്ന, നീ കോപിക്കരുത്, നിനക്കെന്തുണ്ട്? സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിക്കുക. അതുപോലെ തന്നെ കോപം പിടിച്ചു വെക്കുക എന്നുള്ളത് അത് മുത്തഖീകളുടെ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി വിശുദ്ധ ഖുർആനിൽ നാം മുമ്പ് പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യഥാർത്ഥ ശക്തൻ ആരാണ്? യഥാർത്ഥ ശക്തൻ ആരാണ്? അത് കോപത്തെ പിടിച്ചു വെക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലൈസ ശദീദു ബിസ്സുറഅ, റസൂലുള്ളാഹി പറയുകയാണ്, മൽപിടുത്തത്തിൽ അല്ലെങ്കിൽ ഗുസ്തിയിൽ പരസ്പരം വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, മറിച്ച് കോപം വരുമ്പോൾ തന്റെ നഫ്സിനെ അടക്കി വെക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം ആളുകളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ പരസ്പരം മൽപിടുത്തത്തിൽ ഏർപ്പെടുകയാണ്, മത്സരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? റസൂലുള്ളാഹി പറയുകയാണ്, ഒരു വ്യക്തി അവനുമായിട്ട് എല്ലാവരും ഗുസ്തിയിൽ ഏർപ്പെടുകയാണ്, അവനെല്ലാവരെയും എന്താക്കുന്നുണ്ട്? കീഴ്പ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ മൽപിടുത്തത്തിലാണ്, അവർ ആ കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, അഫല അദുല്ലുക്കും അലാ മൻ ഹുവ അശദ്ദു മിൻ, ആ മൽപിടുത്തത്തിൽ വിജയിക്കുന്ന ആ വ്യക്തി, അവനേക്കാൾ ശക്തനായ ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി പറയുകയാണ്, ആരാണ് ആ വ്യക്തി? റജുലുൻ വലമഹു റജുലുൻ, ഒരു വ്യക്തി അവനോട് മറ്റൊരു വ്യക്തി ദുൽമ ചെയ്തു, അതിക്രമം ചെയ്തു. എന്നിട്ടോ അവൻ എന്താക്കി? അവൻ തന്റെ കോപത്തെ അടക്കി വയ്ക്കുകയുണ്ടായി. അങ്ങനെ ഫഗലബഹു വഗലബ ശൈത്താനഹു, അങ്ങനെ ആ വ്യക്തി ആ മനുഷ്യനെയും ആ പിശാചിനെയും ആ വ്യക്തി കീഴ്പ്പെടുത്തി. വഗലബ ശൈത്താന സാഹിബിഹി, അതുപോലെ തന്റെ കൂട്ടുകാരന്റെ പിശാചിനെയും കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തി, അവനാണ് യഥാർത്ഥ ശക്തനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അതുകൊണ്ട് കോപം വരുന്ന സന്ദർഭത്തിൽ പിശാച് സന്നിഹിതനാകും എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കോപം വരുന്ന സന്ദർഭത്തിൽ ആ കോപം അടക്കി വെക്കുകയും ആ പിശാചിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് യഥാർത്ഥ ശക്തനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക, വിട്ടുവീഴ്ചയുടെ മഹത്വം, അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്ന അഫ്ളല ഐശിൻ അദ്റക്നാഹു ബിസ്സബ്ർ, നാം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം അത് ക്ഷമ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലൗ അന്ന സബ്റ കാന മിനൽ റിജാലി കാന കരീമ, ഒരു വ്യക്തിയിൽ ക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഏറ്റവും നല്ല മാന്യനാകുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് ക്ഷമ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും നല്ല ജീവിതം ലഭിക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം പറയുകയാണ്, അലാ ഇന്ന സബ്റ മിനൽ ഈമാനി ബിമൻസിലത്തി റഅസ് മിനൽ ജസദ്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിശ്ചയം ക്ഷമ എന്നുള്ളത്, ആ ക്ഷമയുടെ സ്ഥാനം എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അവന്റെ തലക്കുള്ള സ്ഥാനം എങ്ങനെയാണോ അതുപോലെയാണ് ഈമാനിൽ ക്ഷമക്കുള്ള അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഫഇദാ ഖുതിഅ അർ-റഅസു ബാദൽ ജസദു, തല വിച്ഛേദിക്കപ്പെട്ടാൽ അവന്റെ ശരീരം അത് നശിച്ചു പോകുന്നതാണ്. ثم رفع صوته فقال, എന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്, അല, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സബ്റ ലഹു, ക്ഷമയില്ലാത്തവന് ഈമാനില്ല എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലക്കുള്ള സ്ഥാനം എങ്ങനെയാണോ അതുപോലെയാണ് ഈമാനിൽ
ക്ഷമക്കുള്ള സ്ഥാനം എന്ന് നാം മനസ്സിലാക്കുക. ആറാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുകയാണ്, ഒരാൾ കോപം ദേഷ്യം കാരണത്താൽ അവൻ പല പ്രവർത്തനങ്ങളും ചെയ്യും. അങ്ങനെ ആ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന അതിന്റെ അനന്തരഫലം, അതിന്റെ വിപത്തുകൾ, അതിനെക്കുറിച്ച് നാം ഒന്ന് അല്പനേരം ആലോചിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദേഷ്യത്തിൽ നിന്ന് അത് വിട്ടുനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഒരു നിമിഷ നേരം ഒരു വാക്കായിരിക്കും, അതായിരിക്കും ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തലാഖിലേക്ക് വരെ എത്തിച്ച കാര്യം. അതിന്റെ തുടക്കം എന്താണ്? അതൊരു ദേഷ്യമായിരിക്കും. അതുകൊണ്ട് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ആ കോപത്തിന്റെ അനന്തരമായി അതിന്റെ വിപത്തുകളെ കുറിച്ച് നാം ആലോചിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്നമാ യുഅറഫുൽ ഹിൽമു സഅഅത്തുൽ ഗളബ്. കോപമുള്ള സമയത്ത്, കോപം വരുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചാണ് അവൻ വിവേകമുള്ളവനാണോ അവിവേകിയാണോ എന്ന് തിരിച്ചറിയുന്നത്. കോപം വരുമ്പോൾ അവൻ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് അവൻ ഹിൽമുള്ളവനാണോ, അവൻ അവിവേകിയാണോ അതല്ല വിവേകിയാണോ എന്ന് തിരിച്ചറിയപ്പെടുന്നത് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിരിക്കണം. അതുപോലെ അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, ഇയ്യാക വൽ ഗളബ്, നീ കോപത്തെ സൂക്ഷിക്കുക, അത് നീ ഒഴിവാക്കുക. ഫഇന്ന അവ്വലഹു ജുനൂനുൻ, ആ കോപത്തിന്റെ തുടക്കം അതൊരു ഭ്രാന്താണ്. കോപത്തിന്റെ തുടക്കം അതൊരു ഭ്രാന്താണ്. വആഖിറുഹു നദമുൻ, അതിന്റെ അവസാനം, അതിന്റെ ഒടുക്കം എന്താണ്? ഖേദമാണ്. അധികവും അങ്ങനെയാണ്. നാം കോപത്തിന്റെ പുറത്ത് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടാകും, വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടാകും, അവസാനം അത് വേണ്ടിയിരുന്നില്ല എന്ന വിരൽ കടിക്കുന്ന അവസ്ഥ നമ്മിലേക്ക് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കോപത്തിലേക്ക് എതിച്ചു ചാടുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ മകനോട് പറയുകയാണ്, നീ ഒരാളെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ആദ്യം അവനെ ഒന്ന് ദേഷ്യപ്പെടുത്തി നോക്കുക. എന്നിട്ട് അവൻ നിന്നോട് നല്ല നിലയിലാണ് പെരുമാറുന്നതെങ്കിൽ നീ എന്ത് ചെയ്യുക? അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം തന്റെ മകനോടൊരു ഉപദേശം നൽകിയതായി കാണാം. കാരണം ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ നല്ല നിലയിൽ പെരുമാറുന്നവൻ അവനാണെന്ത്? വിവേകിയായിട്ടുള്ളവൻ, അവനാണ് ഹിൽമുള്ളവൻ എന്ന് നാം മുമ്പ് മനസ്സിലാക്കി. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നീ അങ്ങനെ ചെയ്തു കൊള്ളുക എന്ന് തന്റെ മകനോട് അദ്ദേഹം വസിയ്യത്തായി നൽകിയതായി കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഗളബു മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് കോപം എന്ന് പറയുന്നത്. അസൂയയാകട്ടെ, കൊലപാതകമാകട്ടെ, ത്വലാഖാകട്ടെ, എന്ത് തന്നെയാകട്ടെ, എല്ലാ തിന്മകളും നാം പരിശോധിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള താക്കോൽ അത് കോപമാണ്. ഇതോടൊപ്പം പണ്ഡിതന്മാർ പറയുകയാണ്, ഈ കോപം ഒഴിവാക്കുക എന്നുള്ളത് അതാണ് എല്ലാ നന്മകളുടെയും താക്കോൽ എന്ന് പറയുന്നത്. അങ്ങനെ കോപം ഒഴിവാക്കിയാൽ അവൻ ശർറിൽ നിന്ന് ഒഴിവായി. ശർറ് ഒഴിവാക്കിയവൻ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലാ തഗ്ദബ് വലക്കൽ ജന്ന, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗമുണ്ട്. കാരണം കോപം ഒഴിവാക്കിയവൻ അവൻ ശർറുകളെ മുഴുവൻ ഒഴിവാക്കിയവനാണ്. അങ്ങനെ ശർറുകളെ മുഴുവൻ ഒഴിവാക്കിയവൻ അവൻ സ്വർഗത്തിലായിരിക്കും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഇജ്മഅ ലനാ ഹുസ്നൽ ഖുലുഖി ഫീ കലിമത്തിൻ, സൽസ്വഭാവം, ആ സൽസ്വഭാവത്തെ കുറിച്ച് താങ്കൾ ഒരു വാക്കിൽ ഞങ്ങൾക്ക് അതിനെ വിശദീകരിച്ചു നൽകുക, ഒരു വാക്കിൽ അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു തന്നാലും. അദ്ദേഹം പറയുകയാണ്, തർക്കുൽ ഗളബ്, നീ കോപം ഒഴിവാക്കുക, അതാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് എന്ന് മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സൽസ്വഭാവത്തിന്റെ അതിന്റെ ഒരു അടയാളമായി, അതിന്റെ മുഖ്യ കാര്യമായി അവിടുന്ന് പഠിപ്പിക്കപ്പെടുന്ന കാര്യം എന്താണ്? നീ കോപം, തർക്കുൽ ഗളബ്, കോപം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഏഴാമതായി പണ്ഡിതന്മാർ പറയുകയാണ്, തഹമ്മുലുൽ അദ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആളുകൾ നമ്മെ പ്രയാസപ്പെടുത്തുമ്പോൾ ആ പ്രയാസം സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് അതിനനുസരിച്ച് തിരിച്ചടിക്കുകയല്ല, മറിച്ച് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനസ്സും അതേപോലെയുള്ള ഹൃദയവും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നാം പരിശോധിക്കേണ്ടതുണ്ട്. വിട്ടുവീഴ്ചയുടെ, വിനയത്തിന്റെ, കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നു പോവുകയാണ്. റസൂലിന്റെ കഴുത്തിൽ എന്തുണ്ട്? ഒരു നജ്റാനിൽ നിന്നുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു. ബുർദുൻ നജ്റാനിയുൻ,
യജ്റാനിയിൽ നിന്നുള്ള ഒരു പുതപ്പ് റസൂലിന്റെ കഴുത്തിലുണ്ടായിരുന്നു. ആ പുതപ്പിന്റെ പ്രത്യേകത എന്താണ്? കട്ടിയുള്ള പുതപ്പാണ്. അങ്ങനെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ പിറകിൽ നിന്ന് ഒരു അറാബി, ഒരു കാട്ടറബി, അവർക്ക് കുറച്ച് അദബുകൾ കുറവായിരിക്കും, അവർ ഒരു അറാബി പിറകിൽ നിന്ന് വരികയും എന്നിട്ട് റസൂലിന്റെ ആ പുതപ്പ്, തോളിലുണ്ടായിരുന്ന ആ വിരിപ്പ് അദ്ദേഹം ശക്തമായി വലിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം വലിച്ചത് കാരണം റസൂലിന്റെ തോളിൽ അവിടുന്ന് പാടുവന്നു, ആ വിരിപ്പിന്റെ കട്ടി കാരണത്താൽ. എന്നിട്ട് ആ അറാബി റസൂലിനോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, എന്നാണ് വിളിക്കുന്നത്, പേരാണ് വിളിക്കുന്നത് അല്ലെ, മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. ആ നാട്ടിലെ ഭരണാധികാരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഭിസംബോധന ചെയ്യുകയാണ്. എന്നിട്ടോ മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് താങ്കളുടെ അടുക്കലുള്ളത് അതെനിക്ക് താങ്കൾ നൽകുക, അതിനുവേണ്ടി താങ്കൾ കൽപ്പിക്കുക എന്ന് അദ്ദേഹം റസൂലിനോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم ضحك, റസൂലുള്ളാഹി അദ്ദേഹത്തിലേക്ക് തിരിയുകയും എന്നിട്ട് അദ്ദേഹത്തോട് ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ثم امر له بعطاء, അദ്ദേഹം ചോദിച്ചത് നൽകുവാൻ വേണ്ടി അവിടുന്ന് കൽപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യവും സന്ദർഭവും നാം ഓരോരുത്തരും നമ്മുടെ വിഷയത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയായിരിക്കും നമ്മുടെ പെരുമാറ്റം? നാം ഒരു നാട്ടിലെ ഭരണാധികാരിയാണെന്ന് വിചാരിക്കുക, ഒരു കാറ്ററബി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്, അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ വരികയാണ്, എന്നിട്ട് നമ്മുടെ പേര് വിളിച്ചിട്ട് പിറകിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? നാം ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ആ പ്രയാസം റസൂലുള്ളാഹി സഹിക്കുകയാണ്, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലും കടന്നു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമൂഹം അദ്ദേഹത്തെ അങ്ങേയറ്റം പീഡിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മലയുടെ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലിനോട് പറയുകയാണ്, യാ മുഹമ്മദ്, മലക്ക് റസൂലിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക, താങ്കളുടെ കൗമ്, താങ്കളുടെ ജനവിഭാഗം അവർ താങ്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അത് അല്ലാഹു കേട്ടിട്ടുണ്ട്. വഅന മലകുൽ ജിബാൽ, ഞാൻ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്കാണ്. വഖദ് ബഅസനി റബ്ബുക ഇലൈക, അങ്ങനെ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക്, ആ മലക്ക് വന്നിട്ട് റസൂലിനോട് പറയുകയാണ്, അല്ലാഹു താങ്കളെ എന്നിലേക്ക് അയച്ചതാണ്, താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ പറഞ്ഞുകൊള്ളുക, ഞാനത് നടപ്പിലാക്കുന്നതാണ്. ആ മലക്ക് ചോദിക്കുന്നുണ്ട്, ഇൻ ശിഅ്ത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, ഈ രണ്ട് വലിയ പർവ്വതങ്ങൾ അത് അവരുടെ മേൽ കീഴ്മേൽ മറിക്കുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ അപ്രകാരം ചെയ്യാം. ആരുടെ മേൽ? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ മേൽ. റസൂലിനെ ഉപദ്രവിക്കുകയും അങ്ങേയറ്റം ദ്രോഹിക്കുകയും ചെയ്ത ആളുകൾ, സാമ്പത്തികമായി ശാരീരികമായി ഉപദ്രവിച്ചവർ, ഉപരോധം ഏർപ്പെടുത്തിയ ആളുകൾ, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, മലക്കിനോട് പറയുകയാണ്, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈഅ. റസൂലുള്ളാഹി പറയുകയാണ്, വേണ്ടതില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ പിൻതലമുറക്കാരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഇവരിലൂടെ കടന്നു വരും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ശിക്ഷ അവരുടെ മേൽ നടപ്പിലാക്കേണ്ടതില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വന്തത്തിന്റെ പേരിൽ ഒരാളോട് പ്രതികാരം ചെയ്തിട്ടില്ല. സ്വന്തത്തെ ദ്രോഹിച്ചതിന്റെ പേരിൽ, സ്വന്തത്തെ ശരീരത്തിന്റെ അതിൽ ഉപദ്രവം ചെയ്തതിന്റെ പേരിൽ ഒരാളോടും റസൂലുള്ളാഹി പക വീട്ടിയിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അത് അവമതിക്കപ്പെടുന്നത് കാണുമ്പോൾ, അതിനെ വില കുറച്ച് കാണുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ നാം മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവം നമുക്കും ഉണ്ടാകണം. വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കുക, ജനങ്ങളിൽ നിന്ന് നേരിടുന്ന ചില പ്രയാസങ്ങൾ അതൊക്കെ നാം സഹിക്കുക. അതൊക്കെ കോപത്തെ അടക്കി നിർത്താൻ, ആ കോപത്തെ ശമിപ്പിക്കാനുള്ള ഒരു മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എട്ടാമതായി പണ്ഡിതന്മാർ പറയുകയാണ്, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെല്ലുക. അത് കോപത്തെ ഇല്ലാതാക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, വദ്കുർ റബ്ബക ഇദാ നസീത, നീ മറന്നു പോകുന്ന സന്ദർഭത്തിൽ, നിന്റെ റബ്ബിനെ കുറിച്ച് നീ മറന്നു പോകുന്ന സന്ദർഭത്തിൽ നീ അവനെ സ്മരിക്കുക, ദിക്ർ ചെല്ലുക. ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഐ ഇദാ ഗദിബ്ത, നീ കോപിക്കുന്ന സന്ദർഭത്തിൽ, നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ദിക്ർ ചെല്ലുക. അങ്ങനെയാണെങ്കിൽ അത് കോപത്തെ അടക്കി നിർത്തുന്നതാണ്. നമ്മൾ പറഞ്ഞു, കോപിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയം എന്തായിരിക്കും? അതിൽ രക്തം കൊണ്ട് തളം കെട്ടി നിൽക്കുന്നതായിരിക്കും. ആ ഹൃദയത്തെ അതിനെ ശാന്തമാക്കുന്നത് എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്റുകൾ കൊണ്ടാണ് ഹൃദയങ്ങൾ
ശാന്തമായി തീരുന്നത്, അതിന് അടക്കം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോപം വരുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അതുപോലെയുള്ള ദിക്റുകൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നാം ചെല്ലുകയാണെങ്കിൽ അത് കോപം ശമിക്കാനുള്ള ഒരു മാർഗമാണ്, കാരണമാണ് എന്ന് പറഞ്ഞതായി കാണാം. ഒമ്പതാമത്തേത് തദ്രീബുൻ നഫ്സി അലൽ ഹുദൂഇ വസ്സകീന. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യത്തിലേക്ക് നാം മുന്നിടുമ്പോഴും ഒരു സാവകാശം കൊടുക്കുക, ഒരു അവധാനത കാണിക്കുക. അതെന്താണ്? അത് കോപത്തെ ശമിപ്പിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടുകയല്ല, ആ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു അല്പം സാവകാശം കൊടുക്കുക. അതുകൊണ്ട് ഈ സ്വഭാവം ഇല്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യണം? അത് പരിശീലിക്കുക തന്നെ വേണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. എങ്ങനെയാണ് ഹിൽമ് ഉണ്ടാവുക? എങ്ങനെയാണ് അവധാനത ഉണ്ടാകുക? അത് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ്, നടപ്പിലാക്കുന്നതിലൂടെയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം നമ്മളെ സ്വയം പിടിച്ചു വെക്കുകയും നാം നമ്മുടെ നഫ്സിനെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഇന്നൽ റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ മൃദുലമായ പെരുമാറ്റം, മൃദുലമായ സംസാരം, മൃദുലമായ ഇടപെടൽ. അതിനാണ് ആ റിഫ്ഖ് എന്ന് പറയുന്നത്. ഈ റിഫ്ഖ് അത് ഏതൊരു കാര്യത്തിലുണ്ടോ അത് അതിനെ ഭംഗിയാക്കുന്നതാണ്. എന്നാൽ ആ റിഫ്ഖ് ഇല്ലാതായാൽ, ആ അനുകമ്പയും നല്ല ഇണക്കത്തോട് കൂടെയുള്ള പെരുമാറ്റവും ആ മൃദുലതയും ഒക്കെ അത് ഒരു കാര്യത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ അതെന്താക്കും? അതിനെ മോശമാക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തനത്തിലേക്ക് നാം മുന്നിടുമ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനത്തെ മാർഗമായി, 10ാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുകയാണ് അൽ വുദൂഉ വൽ ഇഗ്തിസാൽ. വുദൂ എടുക്കുക, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ വുദൂ ചെയ്യുക. കാരണം കോപം എന്ന് പറയുന്നത് അത് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരുന്ന തീക്കനലാണ്. ആ തീക്കനലിനെ അതിനെ കെടുത്തി കളയുന്നതാണ് വുദൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് ദുർബലമാണ്. എങ്കിലും അതിന്റെ ആശയം സഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. കാരണം തിന്മകളുടെ ചൂടിനെ വുദൂ എന്താക്കും? അത് തണുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യാം? വുദൂ എടുക്കുക. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം? വെള്ളത്തിലെടുത്ത് വെള്ളം ഒഴിക്കുക, മേലേക്ക് ഒഴിക്കുക. എന്താക്കും? അവരുടെ കോപം അതൊന്ന് തണുക്കാൻ കാരണമാണ് എന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഈ 10 മാർഗങ്ങൾ നാം നടപ്പിലാക്കുകയും കോപത്തെ പിടിച്ചു വെക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലപ്പെട്ട വസിയ്യത്താണ് ലാ തഗ്ളബ്, നീ കോപിക്കാൻ പാടില്ല. ആ വസിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും അത്തരത്തിൽ നല്ല സ്വഭാവ ഗുണത്തിൽ ഉള്ള ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.